ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്ന ആപ്ലിക്കേഷൻ ഇംഗ്ലീഷ് ബേസിക്കായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഫ്ലുവൻ്റായിട്ടൊന്നും ഇംഗ്ലീഷ് പഠിക്കാൻ സാധിക്കത്തില്ല. എന്നാൽ ബേസിക്കായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്പെടും. നമ്മൾ ചില സാഹചര്യങ്ങളിൽ എവിടെയെങ്കിലും എത്തിപ്പെട്ട് കഴിഞ്ഞാലാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് ബേസിക്കായിട്ടെങ്കിലും ഇംഗ്ലീഷ് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ ഉപകാരമായിട്ടുണ്ടാവും. അപ്പം അത്തരക്കാർക്കുള്ള ചെറിയൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് തന്നെയുണ്ട്. നല്ലൊരു ആപ്ലിക്കേഷനാണ്. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ കാര്യങ്ങൾ അതിനകത്ത് നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പ്ലേ സ്റ്റോറിൻ്റെ അകത്ത് ഈ ഒരു ആപ്ലിക്കേഷൻ നല്ലൊരു റേറ്റിങ്ങും കാര്യങ്ങളും തന്നെയാണ് അവിടെ കാണിക്കുന്നത്. വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് വെച്ചിട്ടുണ്ട്, അവിടെ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഏതായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആപ്ലിക്കേഷൻ മുകളിലായിട്ട് കാണാൻ സാധിക്കും ബിറ്റ് ഇംഗ്ലീഷ് മലയാളം. ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു ഇൻ്റർഫേസാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ കുറച്ച് കാറ്റഗറീസൊക്കെ നമുക്ക് ഇവിടെ കാണാം. ബേസിക്സ്, കോൺവെർസേഷൻ, ഗ്രാമർ പ്രാക്ടീസ് തുടങ്ങിയിട്ടുള്ള മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാം. നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യം വരുന്നത് ഇവിടെ കാണുന്ന ബോണസ് എന്നുള്ള ഭാഗത്ത് മാത്രമാണ്. ആ ഒരു ഭാഗം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്താണ് നമുക്ക് ഇൻ്റർനെറ്റ് ഓപ്പൺ ചെയ്ത് വെക്കേണ്ടത്. അപ്പം ഇൻ്റർനെറ്റ് ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് പരസ്യങ്ങളൊന്നും തന്നെ കയറി വരത്തില്ല. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആദ്യത്തെ ഓപ്ഷൻ തന്നെ മുകളിൽ കാണാം, ബേസിക്സ് എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഡേയ്സ് കൊടുത്തിട്ടുണ്ട്, മന്ത്സ്, അതുപോലെ നമ്പേഴ്സ് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇവിടെ ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻ തന്നെ നമുക്ക് നോക്കാം. ഡേയ്സ് എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബേസിക്കായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന സുഹൃത്തുക്കൾക്കാണ് ഈ ഒരു ആപ്ലിക്കേഷൻ. അപ്പം ഡേയ്സ് എന്നുള്ള ഭാഗം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അതുപോലെ അതിന് താഴെയായിട്ട് ഓരോന്നിൻ്റെയും മലയാളത്തിലും കൊടുത്തിട്ടുണ്ട്. ഇവിടെ മുകളിൽ കാണുന്നത് മൺഡേ എന്നുള്ള ഭാഗത്ത് തിങ്കളെന്ന് കൊടുത്തിട്ടുണ്ട്. അതിന് നേരെ വലതുവശത്തായിട്ട് നമുക്കൊരു സ്പീക്കറിൻ്റെ ഐക്കണും കാണാൻ സാധിക്കും. ആ ഒരു ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു ഇംഗ്ലീഷ് നമുക്കിവിടെ പറഞ്ഞു തരുന്നതായിരിക്കും. ആ ഒരു സ്പീക്കറിൻ്റെ തൊട്ടടുത്തുള്ള മറ്റൊരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന കാര്യം വളരെ സ്ലോയിൽ, അതായത് ഈ ഒരു സ്പീക്കറിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ സ്പീഡിലാണ് അത് പറഞ്ഞു തരുന്നത്. എന്നാൽ അടുത്ത ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് വളരെ സ്ലോയിലാണ് അവിടെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, അതുപോലെ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴെയായിട്ട് കാണാം മറ്റന്നാൾ എന്നുള്ള ഭാഗങ്ങളിൽ ഞാനിവിടെ സ്പീക്കറിൽ ക്ലിക്ക് ചെയ്യാണ്. സ്ലോ വേണമെന്നുണ്ടെങ്കിൽ അടുത്ത ഐക്കണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, നമുക്കിവിടെ കാണാം ഡേ ആഫ്റ്റർ ടുമോറോ. അതിന് താഴെയായിട്ട് മറ്റന്നാൾ എന്നുള്ള ഭാഗം ഇംഗ്ലീഷിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഓരോ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. വർഷം, മാസം, ദശകം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഇനി പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം മന്ത്സ്, അതായത് മാസങ്ങൾ, നമ്പേഴ്സ് തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങൾ. ഞാനെല്ലാം തന്നെ ഒന്നും ഓപ്പൺ ചെയ്യുന്നില്ല. ആനിമൽസിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മൃഗങ്ങളുടെയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ബേസിക്കായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് പിറകിലേക്ക് മെയിൻ ഇൻ്റർഫേസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ കോൺവെർസേഷൻ എന്നുള്ള ഭാഗം നമ്മൾ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എക്സ്പ്രഷനിൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓഹോ, അയ്യോ എന്നൊക്കെ കുറിച്ചിട്ടുണ്ട്. അപ്പോൾ അത് സ്പീക്കറിൽ ഞാനിവിടെ ഒന്ന് ഓപ്പൺ ചെയ്യണം. ഓ മൈ ഗോഡ് എന്നുള്ള ഭാഗത്ത് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്യണം. സ്ലോ ആയിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഓക്കെ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഉപകാരപ്പെടാം. അപ്പം നമുക്ക് ഓരോ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ റെസ്റ്റോറൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ട്. വാട്ട് ഈസ് ദിസ് എ ഡിഷ്, എന്താണ് ഈ പ്രത്യേകതരം ഭക്ഷണം എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇംഗ്ലീഷ് നമുക്ക് വായിക്കാൻ അറിയില്ലെങ്കിൽ ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. സ്ലോ വേണമെന്നുണ്ടെങ്കിൽ വലതുവശത്തായിട്ട് കാണുന്ന ഓക്കെ. അപ്പോൾ നിങ്ങൾ തന്നെ ഓരോ കാര്യങ്ങളും ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇനി ഞാൻ പിറകിലേക്ക് വരുവാണ്. പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ ഓരോ കാറ്റഗറിയിലും ഓരോ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. എല്ലാം തന്നെ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് ഞാനിവിടെ കൂട്ടുന്നില്ല. അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് യൂസ് ചെയ്യുന്ന സമയത്താണ് ഇതുപോലെ ചെറിയൊരു പരസ്യം വരുന്നത്. അതൊന്ന് ക്ലോസ് ചെയ്യാം. ഇനി ഇവിടെ താഴെയായിട്ട് എസെൻഷ്യൽ എന്നുള്ള ഭാഗത്ത് നമുക്ക് ഇവിടെ കാണാം സ്പീക്കിംഗ് അബൌട്ട് ടൈം. ഓക്കെ, അവിടെയും നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഹൗ ലോങ് ഹാസ് പ്രദീപ് ബീൻ ആൻ ഇൻസ്ട്രക്ടർ എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതായത് പ്രദീപ് എത്ര കാലമായിട്ടൊരു അധ്യാപകനാണ്. How long has Pradeep been an instructor? How long has Pradeep been an instructor?
character. ഓക്കെ, നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ ഉപകാരപ്പെടും. ഞാൻ പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ബോണസ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. ആദ്യത്തെ ഓപ്ഷൻ ബോണസ് ടോപ്പിക്സ്, രണ്ടാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും ഫ്രീ ലെസൺസ്, മൂന്നാമത്തെ ഓപ്ഷൻ കാണാൻ സാധിക്കും നമുക്ക് വാച്ച് വീഡിയോ ആൻഡ് ഗെറ്റ് റിവാർഡ്. അപ്പോൾ നമുക്ക് ബോണസിൻ്റെ ഭാഗത്ത് ഇവിടെ നമുക്ക് 0 ആയിട്ടാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കോയിൻസ് ഉണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നമുക്കിവിടെ വരുന്നതായിരിക്കും. അതിന് ഉദാഹരണമായിട്ട് താഴെയായിട്ട് നമ്മളൊരു വീഡിയോ വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാര്യങ്ങൾ വീണ്ടും ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഞാനിവിടെ ഒരു വീഡിയോ വാച്ച് ചെയ്യാണ്. വീഡിയോ മുഴുവനും പ്ലേ ആയി കഴിഞ്ഞാൽ നമുക്ക് മുകളിലായിട്ടുള്ള ക്ലോസ് ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ ഇവിടെ ഒരു 15 പോയിൻ്റ് നമുക്ക് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ 3 ഓപ്ഷനാണ് ഉള്ളത്. രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള ഫ്രീ ലെസൺ എന്ന ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു 15 പോയിൻ്റ് യൂസ് ചെയ്യേണ്ടത് പിറകിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ കാണുന്ന ബോണസ് ടിപ്സ് എന്നുള്ള ഭാഗത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ അഡീഷണലായിട്ട് കുറേ കാര്യങ്ങൾ നമുക്കിവിടെ കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് ആ ഒരു 15 പോയിൻ്റ് വെച്ചിട്ടാണ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പം ഒരു തവണ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് 0 പോയിൻ്റ് ആയിട്ടാണ് അവിടെ മാറുന്നത്. വീണ്ടും നമുക്ക് ബോണസ് ടോപ്പിക്സ് എന്നുള്ള ഭാഗം സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും വാച്ച് വീഡിയോ എന്നുള്ള ഭാഗം യൂസ് ചെയ്തിട്ട് പോയിൻറ്റ്സുകൾ നമുക്ക് നിർമ്മിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് കൂടുതൽ പോയിൻ്റ് ലഭിച്ചാൽ മാത്രമേ ബോണസ് ടോപ്പിക്സ് എന്നുള്ള ഭാഗം നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് നോക്കാം സ്കിൽ ടെസ്റ്റ്. ഈ ഒരു ഭാഗം ഒന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് കാണാൻ സാധിക്കും സ്റ്റാർട്ട് ടെസ്റ്റ്. ആ ഒരു ഭാഗം കൂടി ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. മുകളിലായിട്ട് വലതുവശത്തായിട്ട് ഒരു ടൈമർ പോകുന്നത് കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഒരു ക്വസ്റ്റ്യനും ഇവിടെ കാണുന്നുണ്ട്. താഴെയായിട്ട് 3 ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്വസ്റ്റ്യന് ഏതാണോ ആൻസർ നമ്മളിവിടെ സെലക്ട് ചെയ്യണം. ഇവിടെ മുകളിലായിട്ട് ക്വസ്റ്റ്യൻ കാണാൻ സാധിക്കും ഹി ഡാഷ് ഹാവ് എ ബുക്ക്. ഞാനിവിടെ ഒരു ആൻസർ ഇവിടെ സെലക്ട് ചെയ്തു. അതിനുശേഷം താഴെയായിട്ട് കൺഫേം എന്നുള്ള ഭാഗം കൊടുത്ത സമയത്ത് ആ ഒരു ആൻസർ ശരിയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആൻസറിന് നേരെയായിട്ട് നിങ്ങൾക്ക് പച്ച നിറത്തിലായിരിക്കും കാണിക്കുന്നത്. വീണ്ടും നെക്സ്റ്റ് എന്ന ബട്ടൺ ഞാനിവിടെ അമർത്തുകയാണ്. അപ്പോൾ മുകളിലായിട്ട് കാണാം ലെറ്റ്സ് സിറ്റ് ഹിയർ ഡാഷ് വി എന്നുള്ള ഭാഗത്ത് ഞാനിവിടെ ക്യാൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം കൺഫേം കൊടുത്തു. അപ്പോൾ ആ ഒരു ആൻസർ തെറ്റാണ്. അപ്പം ശരിയായിട്ടുള്ള ആൻസർ മുകളിലായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഷാൽ എന്നുള്ള ഭാഗമാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ നെക്സ്റ്റ് കൊടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ 25 ക്വസ്റ്റ്യനിൽ നമുക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള റിസൾട്ട് അവസാനം ഇവിടെ വരുന്നതായിരിക്കും. അപ്പം അതൊക്കെ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. പിറകിലേക്ക് ഞാൻ വരികയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. നമ്മൾ മുകളിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാര്യമായിട്ടൊന്നുമില്ല. മുകളിലുള്ള മൈക്കിൻ്റെ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അവിടെ പ്രൊനൗൺസിയേഷൻ ടെസ്റ്റ് എന്നുള്ള ഭാഗം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിവിടെ മൈക്കിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെയാണ് പറയുന്നത് ആ കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ അവിടെ എഴുതി കാണിക്കുന്നതായിരിക്കും. അപ്പം ഇത്രയും കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്തുള്ളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.